പാതിരാത്രി പാലക്കയം തട്ടെന്താടാ പരിപാടി? വെള്ളടിക്കാൻ പോയതാകും സാറേ. അതെങ്ങനെ മനസ്സിലായി? നിന്നെയൊക്കെ കണ്ടാലറിയാം. വണ്ടി ഇപ്പം മംഗലാറ്റെത്തി കാണും. സാറേ, ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടതാ. എന്നിട്ടെന്താ പിടിക്കാതിരുന്നത്? അതല്ല സാർ, ദൂരത്തെത്തിയപ്പോഴാണ് കണ്ടത്. ആളെ കണ്ടാ തിരിച്ചറിയോ? ഇല്ല സാർ. ബുക്കും പേപ്പറും ഒക്കെ ഒറിജിനൽ വീട്ടിലുണ്ട്. നമ്പറും ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി എഴുതിക്കൊടു. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സാർ, വണ്ടി ഇന്ന് തന്നെ കിട്ടിയിരിക്കുമല്ലേ? കള്ളം കൊണ്ടുവന്ന് വന്നാൽ ഇന്ന് തന്നെ കിട്ടും. വിളിച്ചോണ്ട് പോടും. വന്നേ. എത്ര കാലമായി സാർ ഇങ്ങനെ നടക്കുന്നത്? ശരിയാക്കാടോ, കിട്ടുമ്പോൾ വിളിക്കും. അവരെയും വണ്ടി പോയതാ. ഹലോ, ബായ്. നിങ്ങളെ വണ്ടി പോയി അല്ലേ? ആ. എൻ്റെ വണ്ടി പോയിട്ട് 8 മാസമായി. ഏതാ വണ്ടി? സ്പ്ലെൻഡർ. എൻ്റെ ബുള്ളറ്റാ. എസ് ഐ അന്വേഷിക്കാന്ന് പറയുന്നുണ്ട്. എന്ത് അന്വേഷണം? ഒരു കാര്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ നമ്പർ ഇതാ. എന്തെങ്കിലും വിവരം കിട്ടുമെന്നൊക്കെ ഞാൻ വിളിക്കാം. കള്ളന്മാർ വണ്ടികൾ മോഷ്ടിച്ച് മംഗലാപുരത്തുള്ള ഗുജറി ബസാർ കൊണ്ടുപോയി വിൽക്കും. മംഗലാപുരത്തോ? ആ, അവിടുന്ന് അവർ സെക്കൻഡ് വെച്ച് പൊളിച്ച് പീസാക്കും. പൊളിക്കാനോ? പിന്നല്ല, അതിന് മാത്രമായിട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. പോലീസുകാർ പറഞ്ഞതാ. ഈ പോലീസുകാർക്ക് കഴിച്ചാലാവാൻ വേണ്ടി ഓരോന്ന് പറയും. അത് കേട്ടപ്പാട് ഇങ്ങോട്ട് വരുത്താ. നീ നാട്ടിൽ തപ്പീനാ? ഇല്ല. നാട്ടിലെന്ന് കള്ളമാറില്ല എനിറ്റാ. എടാ, നീ ആദ്യം ആടെ നോക്ക്. അതല്ല, മംഗലാപുരത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് യുജറിയിലെത്തും. അതുറപ്പാണ്. നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് നോക്കാം. ಚಂದ್ರು, ಅದಲ್ಲ ಆಚೆ ಕಡೆ ಮಡಗು. ಸಾಯಂಕಾಲ ಕಾಡು ಬರ್ತೆ. ಬೆಲ್ಲ ಲೋಡ್ ಮಾಡಿ ಕಳಿಸ್ಬೇಕು. രാജു എവിടെ? മംഗലാപുരത്തേക്കാന്ന് പറഞ്ഞ് പോയതാണ്. എപ്പോ വരുമെന്ന് അറിയില്ല. മംഗലാപുരത്തേക്കോ? അപ്പൊ അതാണ് കന്നഡ പറയുന്നത്. ഹലോ അമ്മേ, ഞാൻ മംഗലാപുരത്താ. മംഗലാപുരത്തോ? ആ, വണ്ടി അന്വേഷിച്ച് വന്നതാ. നാളെ വരാൻ പറ്റൂ? എങ്ങനെ കണ്ടുപിടിക്കാനാ മോനെ? നോക്കട്ടെ അമ്മേ. ഞാൻ എന്തായാലും അമ്മേനെ നാളെ വിളിക്കാം. അതൊന്നും പറ്റൂല. ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ. നീ വേഗം കയറി ഇങ്ങോട്ട് വരാൻ നോക്ക്. ഹലോ, അവൻ വച്ചു. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. എൻ്റെ കുഞ്ഞിനൊരു വഴി കാണിച്ചു കൊടുക്കണേ. ഏത് കാലമോടനാണോ അത് കൊണ്ടുപോയത്? ನೀನೆಂತ ಲೆಕ್ಕ ಮಾಡ್ತಾ ಇರೋದು? ಬೇಗ ಕಾಸು ಕೊಡೋಣ. ಕಾಸರಗೋಡಿಂದ ಬಂದಿದ್ದೀನಿ, ಲೇಟ್ ಆಯ್ತು. ಎಂತ ಸಾವ. തെക്കന്മാരെ 10 ಉಂಟು. ಇದೆಲ್ಲ ಸಾಕಾಗಲ್ಲ. ಎಷ್ಟು ಚೆಕ್ ಪೋಸ್ಟ್ ದಾಟಿ ಬಂದಿದ್ದೀನಿ ಗೊತ್ತಾ? ಕಳ್ಳತನ ಮಾಡಿದ್ದು ಮಾರಬೇಕಾದ್ರೆ ಪೊಲೀಸಿಗೆ ಇಷ್ಟು ಕೊಡಬೇಕು ಗೊತ್ತಾ? ಅದೆಲ್ಲ ನಿಮ್ ರಿಸ್ಕು. ಇನ್ನು ನನ್ನ ಹತ್ರ 3 ಬುಲೆಟ್ ಇದೆ. ನಿಮಗಂತೂ ಕೊಡಲ್ಲ, ಬೇರೆ ಯಾರಿಗಾದ್ರೂ ಕೊಡ್ತೀನಿ ಅಷ್ಟೇ. ಸಾವು ನಿನ್ನ ತೆಗ. ಹೋಗು ಹೋಗು. ಅದು ಅಣ್ಣ, ನೀ ಇವಾಗ ಬುಲೆಟ್ ಬಗ್ಗೆ ಹೇಳಿದ್ದಲ್ಲ, ಏನ್ ಬುಲೆಟು? ಯಾವ ಬುಲೆಟು? ಯಾರು ನೀನು? ಹೋಯ್ತಾ ಇರು. ಯಾವ ಇವೆಲ್ಲ സത്യം പറ, നീ ഈ വണ്ടി നാട്ടിൽ നിന്ന് കട്ടതല്ലേ? ಏಯ್, ಏನು ಹೇಳಿದ್ರೆ ಅರ್ಥ ಆಗಲ್ಲ. ಹೋಗ್ತಾ ಇರ್ಬೇಕಷ್ಟೇ. നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ಮಗನೇ ಹೊಡೆದು ಸಾಯಿಸ್ಬಿಡ್ತೀನಿ. ಎಲ್ಲಿಗೆ ಬಂದು ಅವರ ನಮ್ಮ ಊರ ಅವರು. ನೀನು ಹೋಗು, ಹೋಗು. ನೀನು കേരളದಿಂದ ಬಂದು ಇಲ್ಲಿ ಆಟ ಆಡೋದಾ? ചോദിച്ചതിന് ഉത്തരം പറയണം. ബോസ് എപ്പോ വരുമെന്ന് എനിക്കറിയില്ല. വണ്ടി മിസ്സായതിനു ശേഷം ബോസ് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടാ, എനിക്ക് ലഡാക്കിലേക്ക് ട്രിപ്പ് പോകേണ്ടതാ. വണ്ടി ശരിയാക്കാൻ തന്നിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങി നടക്കാം. എന്റെ വണ്ടി എപ്പോൾ ശരിയാക്കി കിട്ടും അത് പറ. ചേട്ടാ, ഞാൻ ഇത്ര നേരം പറയുന്നത് മനസ്സിലാവണല്ലേ? വണ്ടി വേണമെങ്കിൽ ഞാൻ മോഡിഫൈ ചെയ്ത് തരാം. ലഡാക്കിലോട്ടൊന്നും പോകാൻ പറ്റൂല. പിന്നെ മാക്സിമം തലശ്ശേരി. തലശ്ശേരിയാ? ബ്ലഡി ഫൂൾ. നീ ശരിയാക്കൊന്നും വേണ്ട. എടാ, രാജുവിന്റെ കഴിവ് അറിഞ്ഞിട്ടാ ടൗണിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ തന്നെ എന്റെ വണ്ടി മോഡിഫൈ ചെയ്യാൻ തന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. ഇങ്ങോട്ട് നോക്കണം. അപ്പോഴേക്ക് എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതായിരിക്കില്ല. നീ രാജുവോട് പറഞ്ഞേക്ക്. ആര് പറഞ്ഞെന്ന് പറയണം? ശശി, ലഡാക്ക് ശശി.
പേര് ചോദിക്കാൻ കണ്ട സമയം. കൊള്ളാം. ഇപ്പൊ ആശ്വാസമായി. പോയി സ്വന്നാലും എടാ നെടുമ്പാശ്ശേരി, ആ. നിന്റെ ബോസിനെ കുറിച്ച് വല്ലവരുണ്ടോ? ബോസിനെ ഞാൻ വിളിച്ചിരുന്നു. ബോസാക്കിയ വിഷമത്തിലാണ്. എന്തൊക്കെയായിരുന്നു? അതോ ബൈക്കിലും തൊടാൻ സമ്മതിക്കായിരുന്നോ എല്ലാവരും കൊണ്ട്? ഇപ്പൊ എന്നിട്ട് എന്തായി? അല്ല, പോലീസ് എന്തായാലും കണ്ടുപിടിക്കാന്ന് ആ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസ് ഇപ്പൊ കണ്ടുപിടിക്കും. അതൊക്കെ ഒരു ഓളത്തിന് പറയുന്നല്ലേ. സുകുമാരക്കുറിപ്പിനെ കണ്ടുപിടിക്കുന്നില്ല, പിന്നെ ഓഞ്ഞ ബൈക്ക്. ചേട്ടൻ ഈ ബൈക്കിന്റെ മെക്കാനിക് പരിപാടി എനിക്കൊന്ന് നാട്ടിൽ പോവാൻ എന്തിന്? ചെറിയൊരു കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. നിനക്കാ? നീ അതൊക്കെ താങ്ങോ? ചേട്ടാ, ഇതൊന്ന് ഉറപ്പിച്ചിട്ടാണ് എനിക്ക് എങ്ങനെയും ഒന്ന് ദുബായിൽ അളിയന്റെ വർക്ക്ഷോപ്പിൽ പണിക്ക് പോവാൻ. ഓ, അപ്പൊ നിനക്ക് നിന്റെ നാട്ടിൽ പോണേ ബോസ് തരണം. അതെ. ബോസ് തരണേ അവന്റെ ബൈക്ക് കിട്ടണം. അതെ. അതെന്തായാലും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ പോണേ ഈ കട അടച്ചിടണം. അതെ. അല്ലെ ഈ വർക്ക്ഷോപ്പ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതും അടയ്ക്കണം. അപ്പൊ നമുക്ക് രണ്ടും അങ്ങ് അടച്ചാലോ? അത് അടിപൊളിയാണ്. ആ, അങ്ങനെ ഇതും അതുമല്ല അടച്ചിട്ട് നീ അങ്ങനെ കെട്ടണ്ട കേട്ടോ. വാൽറ്റൂവിന്റെ അത്രേ ഉള്ളൂ കെട്ടാൻ നടക്കുന്നു. ബോലറാം, എങ്ങനെയുമ്പോ പല്ലിലേക്കോ? ബോലറാ, മേരാ കോ ഭി ഏക്. ആ, അത് വേണം നീ ഒരെണ്ണം കഴിച്ചോ. ഹലോ. ആ ബോസേ, ആ ഇവിടെ ആകെ പ്രശ്നമുണ്ടാ. നാട്ടുകാരൊക്കെ ഒന്ന് ആകെ തെറി വിളിക്കാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ബോസ് നാളെ വന്നില്ലെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പ് തുറക്കില്ലട്ടാ, പൂട്ടിയിടും. കേരളത്തിൻ്റെ അതിർത്തിയാണെങ്കിലും ഈ മംഗലാപുരം ഒരു കൊച്ചു മുംബൈയാണ്. അറിയെനിക്ക്. നീ വഴക്കൂടിയ അവനില്ലേ, ഓനെടുത്ത ദാതയാണ്. പോലീസിന് പോലും ഓനൊന്നും ചെയ്യാൻ പറ്റൂല, അറിയാം. ആ ബുള്ളറ്റിന് തിരിച്ചു കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. അവന്മാർ പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് പോക്കാം. 3-4 ദിവസമായി നീടെ തിരിഞ്ഞു കളിക്കുന്നു. നീ നാളെ തന്നെ നാട്ടിൽ പോകാൻ നോക്ക്, അതാ എനിക്ക് നല്ലത്. എൻ്റെ ഒരു ബൈക്കും നീ വന്ന് കിടക്കാൻ നോക്ക്. ഹലോ. ഹലോ, വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. സഹിക്കാൻ പറ്റുന്നില്ല ലിൻഡ. ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റിന്റെ ബൈക്ക് ഇതുപോലെ മിസ്സായിട്ടുണ്ട്. തിരിച്ചു കിട്ടിയിട്ടുമുണ്ട്. 5-6 മാസം കഴിഞ്ഞു. 5-6 മാസം കഴിഞ്ഞോ? ഇതും കിട്ടും, ഉറപ്പാ. ശരി. ശരിടാ, നീ പോയിട്ട് വിളിക്ക്. പടച്ചോന്നങ്ങ് വഴി കാണിച്ചു തരും. നീ ഇപ്പൊ പോട്. മോളെ, നീ ഒന്ന് പോയി വിളിക്ക്. അവൻ വന്നപ്പോ തൊട്ടിരിക്കുന്ന ഇരിപ്പ. അമ്മച്ചി, ഇവിടെ ആരെങ്കിലും ചത്ത? എനിക്കിതൊക്കെ കാണുമ്പോഴാണ്. ഇങ്ങനെയുണ്ടോ പിള്ളേര്? എൻ്റെ മോളെ, നീ ഒന്നുകൂടെ പോയി വിളിക്ക്. അവൻ ഇന്നൊന്നും കഴിച്ചു കാണത്തില്ല. നീ ചെന്ന് വിളിക്ക്. ഡാ, നീ വല്ലതും കഴിക്കുന്നേ വന്ന് കഴിക്കേ. ഞാൻ കിടക്കാൻ പോവാ. വെറും ഒരു ബൈക്ക് പോയപ്പോ ഇങ്ങനെ. ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നീ എങ്ങനെ നേരിടും? ഇടാ, എന്തിനേയും ധൈര്യമായിട്ട് നേരിടാൻ പഠിക്കേ. വന്നേ, വന്ന് ചോറ് കഴിക്കേ. വാ ഇങ്ങോട്ട്. എൻ്റെ മോനിങ്ങി വന്നേ. രാജമോൻ അവിടെ ഇരിക്കുക. അത് പോട്ടടാ മോനെ, നിനക്ക് ഇനിയും പുതിയ വണ്ടി ഉണ്ടാക്കാമല്ലോ. പിന്നെ എന്തിനാ എൻ്റെ മോൻ ഇങ്ങനെ വിഷമിക്കുന്നത്? അതല്ല പൊന്നമ്മച്ചി, ആ വണ്ടി അവർ പൊളിച്ച് നശിപ്പിക്കുന്ന ഓർക്കുമ്പോഴാ. നീ എന്തിനാ വേണ്ടാത്തൊക്കെ ഓർക്കാൻ പോന്നേ? മോനെ, നിന്റെ അപ്പാപ്പൻ പണ്ട് എന്നോട് പറയാറുണ്ടായിരുന്നു, ഒരു ജന്മം കൊണ്ടുണ്ടാക്കിയ വിശ്വാസം തകരാൻ 1 നിമിഷം മതിയെന്ന്. അതുകൊണ്ട് എൻ്റെ മോൻ വർക്ക്ഷോപ്പിൽ പോകണം, പണിയെടുക്കണം, കട മുടക്കരുത്.
ഇതാ ഇത് മോൻ ഒന്നുകൂടെ വയ്ക്ക്, എന്നിട്ട് പുതിയൊരു വണ്ടി ഉണ്ടാക്ക്. അതൊന്നും വേണ്ട പൊന്നമ്മച്ചി, ഞാൻ പോയി കിടക്കട്ടെ. പിടിച്ചിരിക്കണേ മോനെ. ആ ആ നേരെ നോക്ക്.